കുറ്റകൃത്യത്തിൽ ഞെട്ടലുണ്ടാക്കിയ ഒരു മോഷണ കേസിലാണ് ഇപ്പോൾ കൂടുതൽ നിർണായകമായ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. സാമ്പത്തികമായി നിരവധി തവണ സഹായിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത റിട്ടയർഡ് അധ്യാപികയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി മാല പൊട്ടിച്ച കേസിൽ അയൽവാസിയായ ആദിത്യ എന്ന യുവാവാണ് അറസ്റ്റിലായത്. കുറ്റകൃത്യത്തിന് ശേഷം തെളിവുകൾ നശിപ്പിക്കാനും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും യുവാവ് നടത്തിയ ശ്രമങ്ങൾ പോലീസ് ബുദ്ധിക്ക് മുന്നിൽ തകരുകയായിരുന്നു. ആലപ്പുഴ GUPSൽ നിന്ന് പ്രധാന അധ്യാപികയായി വിരമിച്ച ജയശ്രീയുടെ വീട്ടിലാണ് സെപ്റ്റംബർ 25-ന് അതിക്രമിച്ചു കയറി മാലമോഷണം നടത്തിയത്. മക്കൾ ജോലി സംബന്ധമായി ദൂര സ്ഥലങ്ങളിലായിരിക്കുന്നതിനാൽ പ്രായാധിക്യത്താൽ ആരോഗ്യ പ്രശ്നമുള്ള ഭർത്താവിനൊപ്പമാണ് ജയശ്രീ താമസിച്ചിരുന്നത്. അയൽപ്പക്കത്ത് താമസിക്കുന്ന ആദിത്യ ഒരുപാട് തവണ സാമ്പത്തിക സഹായം തേടി ജയശ്രീ ടീച്ചറെ സമീപിക്കുകയും ടീച്ചർ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അടുപ്പവും വിശ്വാസവുമാണ് യുവാവ് മുതലെടുത്തത്. ടീച്ചറുടെയും കുടുംബത്തിന്റെയും കാര്യങ്ങൾ അടുത്തറിയാവുന്ന ആദിത്യ അവർ തനിച്ചായിരിക്കുന്ന സമയം മനസ്സിലാക്കിയാണ് മോഷണത്തിന് പദ്ധതിയിട്ടത്. ഈ കുറ്റകൃത്യത്തിന് ആദിത്യനെ പ്രേരിപ്പിച്ചത് ഓൺലൈൻ ട്രേഡിംഗിലൂടെ വന്ന വലിയ സാമ്പത്തിക ബാധ്യതകളായിരുന്നു. പെട്ടെന്ന് പണമുണ്ടാക്കാൻ ലക്ഷ്യമിട്ട ആദിത്യ ഓഹരി വിപണിയിലോ ക്രിപ്റ്റോ ട്രേഡിംഗിലോ പണം നിക്ഷേപിച്ചു. എന്നാൽ പ്രതീക്ഷിച്ച ലാഭം ലഭിക്കാതെ വരികയും വലിയ നഷ്ടം സംഭവിക്കുകയും ചെയ്തു. കടം പെരുകിയതോടെ അത് തീർക്കാനായി ആദിത്യ എളുപ്പവഴി തേടുകയായിരുന്നു. അയൽവാസിയും തന്റെ ദയയെ വിശ്വസിക്കുകയും ചെയ്യുന്ന ജയശ്രീ ടീച്ചറുടെ സ്വർണത്തെയാണ് അയാൾ ലക്ഷ്യമിട്ടത്. മാല പൊട്ടിച്ച ശേഷം ആദിത്യ അത് മലപ്പുറം തിരൂരങ്ങാടിയിൽ കൊണ്ടുപോയി 4.5 ലക്ഷം രൂപയ്ക്ക് വിറ്റു. ഈ പണമാണ് കേസിൽ വഴിത്തിരിവായ പ്രധാന തെളിവുകളിലൊന്ന്. വിറ്റ തുകയിൽ നിന്നും 50,000 രൂപ ഉപയോഗിച്ച് ആദിത്യ ഒപ്പം താമസിച്ചിരുന്ന 19 വയസ്സുകാരിയായ ഫാത്തിമ തസ്നി എന്ന യുവതിക്ക് പുതിയ സ്വർണ്ണമാല വാങ്ങി നൽകി. കൂടാതെ ഫാത്തിമ പഠിച്ചിരുന്ന കോഴ്സിന്റെ ഫീസായി കുറച്ച് പണവും അടച്ചു. സ്വർണം വിൽക്കാനായി തിരൂരങ്ങാടിയിലേക്ക് പോയപ്പോൾ ഫാത്തിമയും ആദിത്യന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയത്. മാല നഷ്ടപ്പെട്ടതിന് പിന്നാലെ ജയശ്രീ ടീച്ചർ പോലീസിൽ പരാതി നൽകിയിരുന്നു. സംഭവ സ്ഥലത്തും പരിസരത്തും നടത്തിയ പ്രാഥമിക പരിശോധനയിൽ തന്നെ അയൽവാസിയായ ആദിത്യനെ പോലീസിന് സംശയം തോന്നിയിരുന്നു. പലതവണ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അറിയിക്കുകയും അടുപ്പം സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എന്ന കാരണം സംശയത്തിന് ശക്തി കൂട്ടി. താൻ പോലീസിന്റെ നിരീക്ഷണത്തിലാണെന്ന് മനസ്സിലാക്കിയ ആദിത്യ മോഷണം നടത്തിയതിന് പിന്നിൽ മറ്റൊരാളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. ഇതിനായി വളരെ വിചിത്രമായ ഒരു കെട്ടുകഥയാണ് അയാൾ പോലീസിനോട് പറഞ്ഞത്. തന്റെ വീട്ടിലെ അടുക്കളയിൽ അതിക്രമിച്ചു കയറിയ ഒരാൾ ഗ്യാസ് തുറന്നുവിട്ട് തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും അയാളെ തടയാൻ ശ്രമിച്ചപ്പോൾ കത്തികൊണ്ട് ആക്രമിച്ചുവെന്നും ആദിത്യ മൊഴി നൽകി. ഈ മൊഴി സത്യമാണെങ്കിൽ അത് മറ്റൊരു ഗുരുതരമായ കുറ്റകൃത്യമായി മാറുമായിരുന്നു. എന്നാൽ ആദിത്യ ഉന്നയിച്ച കാര്യങ്ങളിൽ പോലീസിന് തുടക്കം മുതലേ സംശയമുണ്ടായിരുന്നു. ശാസ്ത്രീയമായ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ആദിത്യ പറഞ്ഞ കഥ പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. തുടർന്ന് പോലീസ് ആദിത്യനെ രഹസ്യമായി നിരീക്ഷിക്കാൻ തുടങ്ങി. സെപ്റ്റംബർ 27-ന് ആദിത്യ മലപ്പുറം തിരൂരങ്ങാടിയിലെ ജ്വല്ലറിയിലെത്തി സ്വർണം വിറ്റ് പണം കൈപ്പറ്റിയത് കണ്ടെത്തിയതോടെ കേസിൽ നിർണായകമായ ഒരു വഴിത്തിരിവായി. തിരൂരങ്ങാടിയിലെ ജ്വല്ലറിയിൽ നിന്നും കൃത്യമായ തെളിവുകൾ ലഭിച്ചു. സ്വർണം വിറ്റതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് തന്റെ പെൺസുഹൃത്തിന്റെ മാതാവിന് പാരമ്പര്യമായി കിട്ടിയതാണെന്ന് പറഞ്ഞ് തടി തപ്പാൻ ആദിത്യ ശ്രമിച്ചു. എന്നാൽ പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിൽ ഇത് കള്ളമാണെന്ന് തെളിഞ്ഞു. കൂടുതൽ ചോദ്യം ചെയ്യലിൽ ജയശ്രീ ടീച്ചറുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി മാല പൊട്ടിച്ചത് താനാണെന്ന് ആദിത്യ സമ്മതിച്ചു. കൂടാതെ മാല വിൽക്കാനായി കൂടെ പോയ ഫാത്തിമ തസ്നിയെ കുറിച്ചും പുതിയ മാല വാങ്ങിക്കൊടുത്തതിനെ കുറിച്ചുമുള്ള വിവരങ്ങളും പുറത്തു വന്നു. കുറ്റകൃത്യത്തിൽ പങ്കാളിത്തം തെളിഞ്ഞതോടെ ആദിത്യനെയും മോഷണം മുതൽ വിൽക്കാൻ കൂട്ടുനിന്നതിനും തെളിവ് നശിപ്പിക്കാൻ സഹായിച്ചതിനും ഫാത്തിമ തസ്നിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. വിശ്വസ്തയുടെ മറവിൽ നടന്ന ഈ ചതി ബന്ധങ്ങൾക്കിടയിലെ സാമ്പത്തിക ഇടപാടുകളിൽ പാലിക്കേണ്ട ജാഗ്രതയെക്കുറിച്ചുള്ള ഒരു പാഠം കൂടിയാണ് സമൂഹത്തിന് നൽകുന്നത്. പോലീസ് അന്വേഷണത്തിൽ കൃത്യമായ ആസൂത്രണവും നിരീക്ഷണവുമാണ് പ്രതിയെ കുടുക്കാനും സഹായിച്ചത്.